എന്നാ സഹോദരങ്ങളെ, മുസ്ലിം പേര് വെച്ചിരിക്കുന്ന ആളുകൾ തന്നെ യദുല്ലാഹി എന്നതിന് അള്ളാഹുവിൻ്റെ കൈ എന്ന് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ എഴുതിയ പരിഭാഷകൾ എത്രയോ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ആളോടും ഞാൻ പറയട്ടെ, പരിഭാഷ നോക്കിയിട്ട് വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കരുത്. ഖുർആൻ വ്യാഖ്യാനങ്ങൾ എഴുതിയ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളുണ്ടോ, അത് നിങ്ങൾ വാങ്ങി വായിച്ചോളൂ, കുഴപ്പമില്ല. അതേ സമയത്ത് ഏറ്റവും കൂടുതൽ പരിഭാഷകൾ ഇറക്കിയിരിക്കുന്നത് ബിദ്അത്തുകാരാണ്. അവരെഴുതിയ പരിഭാഷകളിൽ ഒരിക്കലും ചേരാത്ത അർത്ഥതലങ്ങളുണ്ട്. യദുല്ലാഹി എന്നതിന് അള്ളാഹുവിൻ്റെ കൈയെന്ന് എഴുതിയിട്ടുണ്ട്. ഇബ്ഖാ വജ്ഹു റബ്ബിക, റബ്ബിൻ്റെ മുഖം ശേഷിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. വസ്സമാവാതു മത്വിയാത്തും ബിയമീനിഹി, ആകാശങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വലത്തെ കയ്യിൽ ചുരുട്ടപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന് മുഖവും അള്ളാഹുവിന് കയ്യും അള്ളാഹുവിന് ഇരിപ്പിടവും ഇങ്ങനൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ദുർവ്യാഖ്യാനങ്ങളില്ലേ, ഇവരൊക്കെ മുത്തുനബിതങ്ങളെ സങ്കടപ്പെടുത്തിയവരാണ്, നബിതങ്ങളോട് എതിർപ്പ് വെച്ചവരാണ്. പോരാ, വമിൻ അഖ്വൽ അലാമാതി അലാ ശൻആനിഹി, അതേ നബിതങ്ങളോട് വിരോധമുണ്ട് എന്നതിൻ്റെ ഏറ്റവും സുശക്തമായ തെളിവെന്താണെന്നറിയോ? നിഫ്റതുഹു അൻഹാ ഇദാ സമിഅഹാ, അതേ ആയത്തുകളും ഹദീസുകളും കേൾക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം അറിയിക്കുന്നത് കേൾക്കുമ്പോ അതിനോടൊരു വിരോധം, അതിനോടൊരു വെറുപ്പ്, ഒരു സ്വഭാവം ഉള്ള ആളും ഇതുപോലെ തന്നെ നബിതങ്ങളോട് വിരോധമുള്ള ആളാണ്. വകദാലിക അഹ്ലുസ് സമാഇ അല്ലദീന യർഖുസൂന അലാ സമാഇൽ ഗനാഇ വദ്ദുഫൂഫി വശബാബാത്ത്. ചില ആളുകളുണ്ട്, അവർക്ക് സംഗീതം കേൾക്കാനും ദഫ് കേൾക്കാനും അതുപോലെ തന്നെ യുവതികളായ പെണ്ണുങ്ങളുടെ പാട്ട് കേൾക്കാനൊക്കെ ഓൽക്ക് വലിയ ആരവാണ്. തഫ്സീറാണ് ഞാൻ ഈ വായിക്കുന്നത്, എൻ്റെ വക എഴുതിക്കൊണ്ടുവന്നല്ല, ഇമാം ആലൂസിയുടെ തഫ്സീറാണ്, ഈ ആയത്തിന്റെ ഭാഗമായി വന്ന തഫ്സീറാണ്. ദഫ് കേൾക്കാനും സംഗീതം കേൾക്കാനും ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളെ നൃത്തം കാണാനും കേൾക്കാനൊക്കെ വലിയ താല്പര്യമാണ്. ഫൈദാ സമീഉൽ ഖുർആൻ യുത്ല, ഖുർആൻ ഓതപ്പെടുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ ഖുർആൻ പറ്റി പറയുന്ന മജ്ലിസ് വല്ലതും വന്നാൽ ഇസ്തത്വാലൂഹു വസ്തസ്കലൂഹു, അത് കുറെ നീണ്ടുപോകാണ്, അത് കുറെ ഖനമാകാണ്, അതൊരു ഇടങ്ങേറുച്ച പരിപാടിയാണ്. ഇങ്ങനെ തോന്നുന്ന ആൾക്കാരും ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്ന് മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാരുടെ തഫ്സീറാണ്. നിങ്ങൾ ചില ആൾക്കാർക്ക് അതുപോലെ ഓരോ മോഡിഫിക്കേഷനാണ്, ലേറ്റസ്റ്റ് ആയിട്ട് അങ്ങനത്തോടത്തൊക്കെ അവർ എത്ര ടിക്കറ്റ് കൊടുത്തവരുണ്ട്, എത്ര നേരം ഇരിക്കാനും അവരുണ്ട്, ഒരു പ്രശ്നവുമില്ല. തുടങ്ങുന്ന രാത്രി 12 മണി മുതൽ സുബൈക്ക് 4 മണി വരെ ആണെങ്കിലും ഉറക്കൊഴിച്ച് കണ്ണിൽ വേണമെങ്കിലും സ്പ്രേയും കൂടി അടിച്ചിട്ട് ഇരിക്കാൻ അവർ റെഡിയാണ്. അതേ സമയത്ത് ഖുർആൻ ഓതി പറയുന്നിടത്ത്, വഅദ് പറയുന്നിടത്ത്, മൗലിദ് നടത്തുന്നിടത്ത്, റാത്തീബ് നടത്തുന്നിടത്ത്, ദിക്ർ ചൊല്ലുന്നിടത്ത്, സ്വലാത്ത് ചൊല്ലുന്നിടത്ത് അതൊക്കെ അവർക്ക് കനമാണ്, അത് നീണ്ടുപോകാണ്, സമയം കുറെ പോകാണ്. കണ്ടില്ലേ നിങ്ങൾ പറഞ്ഞത് ഇസ്തതാലൂഹു വസ്തസ്കലൂഹു, അവർക്ക് നീണ്ട സദസ്സായി മാറുകയാണ്, വലിയ ഭാരമുള്ള സദസ്സായി മാറുകയാണ്. വകദാലിക മൻ ആസറ കലാമൻ നാസി വഉലൂമഹും, മനുഷ്യന്മാര് പറയുന്ന ചില വർത്തമാനങ്ങളെയും ചില വിവരങ്ങളെയും മുന്തിക്കുന്നവർ, അലൽ ഖുർആനി വസുന്നതി ഇലാ ഗൈരി ദാലിക്, ഖുർആനിനും സുന്നത്തിനേക്കാളും ഖുർആനും സുന്നത്തും പറയുന്നതിനേക്കാളും അതേ മറ്റു ചില ആളുകളുടെ വാക്യങ്ങൾക്കും മറ്റും താല്പര്യം നൽകിയിട്ട് അതിന് മുൻഗണന കൊടുക്കുന്നവർ, ഇതുപോലെ തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിനെതിരെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് കാര്യങ്ങൾ നിർമ്മിക്കുന്നവർ. എൻ്റെ ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ പറയട്ടെ, നാട്ടിൽ പല ഭാഗത്തും പച്ച പിടിച്ചു വരുന്നൊരു മുസീബത്തുണ്ട്, ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങളെ വീട്ടിലോ നിങ്ങളെ കുടുംബങ്ങളിലോ എവിടെയെങ്കിലും സദ്യകളും സൽക്കാരങ്ങളും എൻഗേജ്മെന്റുകളൊക്കെ നടക്കുമ്പോ ഒരൊറ്റ കാര്യം പോലും മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചതിന് എതിരുണ്ടാവരുതേ. ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. നിശ്ചയത്തിന് വന്ന ആണിന്, നിശ്ചയത്തിന് വന്ന ആളുകൾക്ക് മൊത്തവും കല്യാണ പെണ്ണിനെ കാണൽ ഹലാലല്ല.
പെണ്ണ് കെട്ടാൻ പോകുന്ന ആൾക്ക് രണ്ടാം തവണ കാണണമോ? ഒന്നാം തവണ കാണാൻ പറ്റിയത് രണ്ടാം തവണയും കാണാം, മൂന്നാം തവണയും കാണാം, നാലാം തവണയും കാണാം. അവനും അവളും തനിച്ച് ഒരു റൂമിൽ മണിക്കൂറുകളോളം പങ്കിടാനായിട്ടില്ല, ചുറ്റിക്കറങ്ങാനായിട്ടില്ല, വരന്റെ വീട്ടിലേക്ക് പോകാനായിട്ടില്ല. നിക്കാഹ് കഴിഞ്ഞ് ഹലാലായെങ്കിലേ ഇതിനൊക്കെ പറ്റുകയുള്ളൂ. ഉപ്പമാര് കാര്യം നടക്കട്ടെ, ഇതൊക്കെ കണ്ണു ചിമ്മിയെങ്കിലേ നടക്കൂ എന്ന നിലക്ക് മൗനം പാലിച്ചാൽ മുത്തുനബിതങ്ങളോട് വിരോധം വെച്ചവരാകും. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തിനെതിരെ നീങ്ങിയാല് ജീവിതത്തിൽ ബറക്കത്ത് കാണൂല. അബ്തർ എന്നുള്ള പ്രയോഗം നിങ്ങൾ ഹദീസിൽ കേട്ടിട്ടില്ലേ? കുല്ലു അംരിൻ ദീബാലിൻ ലം യുബ്ദ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. ബിസ്മി ചൊല്ലി തുടങ്ങേണ്ട നല്ല നല്ല കാര്യങ്ങൾ ബിസ്മി ചൊല്ലാതെ ഒരാൾ തുടങ്ങിയാൽ ഫഹുവ അബ്തറു, അത് ബറക്കത്ത് മുറിഞ്ഞതാണ്, ഗുണം മുറിഞ്ഞതാണ്. അവിടെയും ഉണ്ടല്ലോ അബ്തർ എന്നൊരു വാക്ക്. ഇതേപോലത്തൊരു വാക്കല്ലേ അല്ലാഹു ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. മുത്തുനബിതങ്ങൾ വിലക്കിയ ഒരൊറ്റ കാര്യവും നിങ്ങളെ സൽക്കാരത്തിലും സദ്യയിലും ഉണ്ടാകരുത്. നാട്ടിലതാ ചില സ്ഥലങ്ങളിലൊക്കെ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് കശവിഷയായിട്ടിരുന്നിട്ട് യാതൊരു പ്രശ്നവുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നു. അത് വേണ്ട സഹോദരങ്ങളെ. നിയമത്തിന് നമ്മൾ എന്തിനാ എതിർക്കുന്നത്? ഇപ്പൊ നിങ്ങളെ നാട്ടിലെ പെണ്ണിനൊന്നും ഞാൻ കെട്ടിക്കൊണ്ടുപോകില്ല. എന്താ അവരെവിടെ കൊണ്ടിരുത്തിയാൽ എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ വീഡിയോ ഒന്ന് മാറ്റിച്ചാ പോരെ? എന്തിനാ അവർക്ക് മാത്രം വേറെ ഒരു വാതിന്റെ സദസ്സിൽ മാത്രമേ ഉള്ളൂ? എന്തിനൊരു മറ വേറെ സ്ഥലത്ത് അവിടെ എന്തേ ബുദ്ധിമുട്ടുണ്ടോ? കല്യാണത്തിന് നിക്കാഹില് സൽക്കാരത്തിന് സുബ്ഹാനല്ലാഹ് മൊത്തം ഹലാല്. നല്ലോണം ശ്രദ്ധിക്കണം. ഈമാന് പണയം വെക്കരുത് ഒരൊറ്റ എൻഗേജ്മെന്റിന് വേണ്ടിയും. യഥാർത്ഥ മൂമിനായി മരിക്കണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ഹറാമിനെയും ഹലാലായി നീ വിലയിരുത്തി പോകരുത്. ആണും പെണ്ണും നിൽക്കേണ്ടിടത്ത് നിൽക്കണം. ഇപ്പൊ കല്യാണങ്ങൾ വീട്ടിൽ നിന്ന് മാറിയിട്ട് 10,000-കണക്കിന് ആൾക്കാരെ ഓഡിറ്റോറിയത്തിൽ വിളിച്ചിട്ട് എന്താണ് അവിടെ നടത്തുന്നത്? അതിന്റെ പേര് പറയാതിരിക്കല നല്ലത്. ഒരൊറ്റ ഒന്നിലും ഇസ്രാഫ് ഉണ്ടാകരുത്. ഇവിടൊക്കെ ആ രൂപം വന്നോന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഒരു കല്യാണത്തിന് ഞാൻ പങ്കെടുത്തില്ല. പങ്കെടുത്താലേ എനിക്കറിയുള്ളൂ. ഇവിടൊക്കെ ഒരു കല്യാണത്തിന് ഒരു വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ 4 വെള്ളം 5 വെള്ളം 10 വെള്ളം. അത് ഇവിടെ ഉണ്ടാ? ഈ കാണുന്ന കളറിലൊക്കെ ഉള്ള വെള്ളം ഈ ചെടിന്റെ ഉണ്ടാ? സുബ്ഹാന ജല്ല ജലാലു. എന്തിനാ സഹോദരങ്ങളെ അത്? അറിയാഞ്ഞിട്ട് ചോദിക്കണം. നിങ്ങൾ ആരത്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിലും ഒന്ന് പറയും. എന്തിനാണ് ഈ കളറിലൊക്കെ ഉള്ള വെള്ളം? ദൂർത്ത് പാടില്ല, ദൂർത്ത് ഹറാമാണ്. ദൂർത്ത് പുരണ്ടാക്കുന്നിടത്ത് മാത്രമൊന്നല്ല, കല്യാണത്തിനും ദൂർത്ത് പാടില്ല, നിക്കാഹിനും ദൂർത്ത് പാടില്ല, നിശ്ചയത്തിനും ദൂർത്ത് പാടില്ല. ഞാൻ ഇവിടെ മാത്രമല്ല, എല്ലാ വിഷയങ്ങളും ഞാനത് ഉൾപ്പെടുത്തി പറയാറുണ്ട്. ഇവിടെ വന്നപ്പോ ഏടോ കണ്ടപ്പോ ഉസ്താദ് അങ്ങനെ പറയാണ്, ഞാൻ ഇവിടെ വന്നിട്ടൊരു കല്യാണത്തിനും പോയില്ല, ആകെ 2-3 ദിവസം ആയിട്ടുള്ളൂ, ഞാൻ ഇന്ന് രാത്രി ഇത് കഴിഞ്ഞാൽ പോവും ചെയ്യാണ്. പക്ഷെ പറഞ്ഞ കൂട്ടത്തിന് ഉറപ്പെടുത്താണ്, സുന്നത്തുകളൊക്കെ വലിച്ച് പിച്ച് ചീന്തിയിട്ട് സുന്നത്ത് കല്യാണത്തിനും മറ്റും വന്ന ആളുകൾക്കുള്ള സുന്നത്ത് എന്താണെന്ന് പറയുന്നത്? നിങ്ങൾ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ അവരെ സ്വീകരിക്കണം. ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലിൽ ഇപ്പൊ കല്യാണത്തിന് പോയപ്പോ പല സ്ഥലങ്ങളിലേക്കും ആളുകൾ പോയപ്പോ കല്യാണ പന്തലിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരവിടുന്ന് തിരിച്ചു പോന്നു ചില ആളുകളൊക്കെ, അവരെ ഈമാൻ കൊണ്ട്. കാരണം എന്താ? കല്യാണ പന്തലിലേക്ക് എത്തുന്ന ആ വെൽക്കം എന്ന് എഴുതി വെച്ച വാതിലിന്റെ അവിടെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പുതിയാപ്പിളയും കൂടിയാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അതിനേക്കാളും എരപ്പത്തരല്ലേ ഒരു നിശ്ചയത്തിനും കാര്യത്തിനും വിളിച്ചിട്ട് ഈ പെണ്ണിന്റെ ഫ്രണ്ട്സും ബാക്കും മുന്നും എന്തൊക്കെയാ പറയണത്? അവരൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുക. ബാപ്പാരാണെങ്കിൽ, അന്തസ്സുള്ള ഈമാനുള്ള ബാപ്പാരാണെങ്കിൽ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ നടത്തണം. അല്ലെങ്കിൽ ദയവായിട്ട് മക്കളുണ്ടാക്കരുത്. ആ പരിപാടി നിർത്തുക. ഉണ്ടോ ഈമാനിന്റെ ഇസ്ലാമിന്റെ അന്തസ്സിലാകണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ പള്ളിക്കമ്മറ്റിന്റെ മെമ്പറാണ് മറ്റേ സൂപ്പർവൈസറാന്നുള്ളവർക്കൊന്നും പരലോകത്ത് പരിഗണന കിട്ടൂല. ദീനായി കൊണ്ട് നടന്നെങ്കിലേ പരിഗണന കിട്ടുള്ളൂ. മുത്തുനബിതങ്ങൾ വിലക്കിയ കാര്യല്ലേ അന്യ ആണും പെണ്ണും ഈ രൂപത്തിൽ കൂത്താടുന്നത്? മുസ്ലിമിന്റെ കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല.
ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും കല്യാണത്തിൽ എന്തൊരു ലളിതം, എന്തൊരു ലാളിത്യം, എന്തൊരു ശാന്തത, എന്തൊരു സുഖം, എന്തൊരു സമാധാനം. ഒരു ആർഭാടില്ലാത്ത കല്യാണങ്ങൾ. എന്നിട്ടൊരു ഗ്രൗണ്ടിൽ പോയാൽ എത്ര കൊടി ഉണ്ടോ ആ കൊടിന്റെ കണക്കിനാ അപ്പൊ വെള്ളം കൊടുക്കുന്നത്. 2 വെള്ളം പോരെ, മധുരം പറ്റുന്നവർക്ക് 1, പറ്റാത്തവർക്ക് 2. വേറെ 3-ാം തരക്കാരുണ്ടോ നമ്മളെ കൂട്ടത്തിൽ? 2 എണ്ണം പോരെ, എന്തിനാ എത്രയും തോനെ? ഒരൊറ്റ സംഗതിയും ഹറാമായി തീരരുത്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയരുത്. അതൊരു പരിഹാസമാണ്, പടച്ചവനോടുള്ള പരിഹാസമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദേ ഒരു അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം ചൊല്ലിയാൽ മതി. അത് കണക്കാക്കാൻ നിൽക്കില്ല നിങ്ങൾ. 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് ചെയ്യേണ്ടൊക്കെ ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ടം. അവിടെ നിശ്ചയത്തിന് വരുന്ന ആളുകൾ മുഴുവനും ഇപ്പെണ്ണിന്റെ തൊള്ളയിലേക്ക് കേക്ക് മുറിച്ചു കൊടുക്കുക. നഅൂദു ബില്ലാഹി മിൻ ദാലിക്. പാകത്തിന് നിശ്ചയം നടത്തിയാൽ മതി. എന്തിനാ എല്ലാ ആൾക്കാരും പെണ്ണിന്റെ തൊള്ളയിലേക്ക് മിഠായും കേക്ക് മുറിച്ചു കൊടുത്തെങ്കിലേ നിശ്ചയം സഹിയാകുള്ളൂ. എന്നിട്ട് എത്ര ധൈര്യത്തിലാണ് നോക്ക് നിങ്ങൾ സുന്നത്തിനെ വെല്ലുവിളിക്കുന്നത്. എത്ര ധൈര്യത്തിലാണ് ഈ ഹറാമിനെ പുച്ഛ മനോഭാവത്തോടെ കാണുന്ന. ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ട് വൈറലാക്കി വിടല്ലേ നമ്മൾ ആൾക്കാർ. ഒരു പ്രശ്നമില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. കല്യാണത്തിന് വിളിച്ച ആൾക്കാരെ മുഴുവനും പരിഹസിക്കുക, അപഹസിക്കുക. ഒരു ചെമ്പൊരു ഭാഗത്ത് വെക്കുക, പാത്രം ഒരു ഭാഗത്ത് വെക്കുക. എന്നിട്ട് പാത്രത്തിൽ നിന്ന് ഈ പാത്രം എടുത്തിട്ട് ചെമ്പൊന്ന് കോരി എടുത്തിട്ട് എവിടെയെങ്കിലും കുത്തിച്ചാരി നിന്ന് തിന്നാൻ പറയാ, ഭക്ഷണം കഴിച്ചു പോകാൻ. എരപ്പത്തരല്ലേ ഇത്? ഈമാനിന് ഇസ്ലാമിനെതിരല്ലേ? മുത്തുനബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ലൈഫഹു. അല്ലാഹുവിലും അന്ത്യനാളിലും ഈമാനുള്ളവർ വിളിച്ച അതിഥികളെ ആദരിക്കണം. എന്താണ് ആദരവ്? അവർക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്ത്, ഭക്ഷണം കഴിക്കാൻ മേശ കൊടുത്ത്, നിന്റെ കൈകൊണ്ട് ഭക്ഷണം എടുത്തിട്ട് അവരെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം. അതാ കൊടുക്കേണ്ട ആദരവ്. ചെമ്പിലേക്ക് വൈ കാണിച്ചു കൊടുത്ത് പാത്രം എടുത്തിട്ട് കോരി തിന്നാൻ പറയലല്ല. അത് അനാദരവാണ്. ആണിനെയും പെണ്ണിനെയും കൂട്ടിക്കലർത്തരുത്. ഹറാമാണ്, തനിച്ച ഹറാം. അത് ഇന്നത്തെ ഒരു ദിവസം ഉസ്താദെ സഹിച്ചൂടെ? ഒരൊറ്റ ദിവസം സഹിക്കാൻ പറ്റൂല. ഒരു ദിവസം ഒരു പരിപാടിയിലും സഹിക്കാൻ പറ്റൂല. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. അനാവശ്യമായ ഒരു മേഖലയും ഉണ്ടാകരുത്. ജാഹിലിയ കാലഘട്ടത്തിലെ കല്യാണങ്ങളെ പോലെ സുന്നത്തുകളെ വെല്ലുവിളിച്ച് നടത്തുന്ന കല്യാണങ്ങളാകരുത്. ആണും പെണ്ണും കശപിശയാകുന്ന രൂപത്തില് നിക്കാഹിന്റെ മജ്ലിസിൽ പോലും ഇപ്പൊ അങ്ങനല്ലേ? പഴയ കാലത്ത് ഇപ്പൊ നമ്മളെ നാട്ടിലെ ഉസ്താദുമാരാരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും അനാവശ്യ പ്രവർത്തനങ്ങളോ മറ്റോ കണ്ടതിന്റെ പേരിലോട് തിരിച്ചു പോന്ന ആൾക്ക് പ്രതിഷേധം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. പോന്ന ആൾക്ക് പ്രതിഷേധം. പിന്നെ ആള് പ്രതിഷേധിക്കാൻ ആളെ കൂട്ടുകയാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്നാലും കല്യാണപ്പുറക്കാരനെ മോന്തൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൊടുക്കുക വേണ്ടത്. ദീനറിയാതെ ആരെയും നടത്താൻ പറഞ്ഞവനോട്. ഭക്ഷണം കഴിക്കാൻ വന്നിടത്ത് ചുമരിന്റെ മേലെ ജീവനുള്ള ജീവിയുടെ ഫോട്ടോ കണ്ടതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോയ മഹാനാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങളെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയില്ലേ? ജീവനുള്ള ജീവിയുടെ ഒരു ഫോട്ടോ കണ്ടിട്ടുള്ള ചുമരില്. പിന്നെ ഈ ഹറാമിയത്തൊക്കെ കണ്ടിട്ട് അവിടെ ഓശാനിച്ച് നിൽക്കണം. ഒരൊറ്റ കുട്ടി നിന്നു പോകരുത്, ഭക്ഷണം കഴിക്കരുത്, 1 രൂപ പോലും ഹറാമിന് സഹായിക്കരുത്. പടച്ചറബ് വെറുതെ വിടില്ല. ആണും പെണ്ണും മുഷക്കലായി നിൽക്കുന്ന ഒരു കല്യാണത്തിനും ഞാൻ പോകാറില്ല. എന്റെ മഹല്ലത്തിലും പോകാറില്ല, കുടുംബത്തിലും എവിടെയും പോകാറില്ല. നിങ്ങൾ അങ്ങാനും എന്നെ കല്യാണത്തിന് വിളിക്കേണ്ടി വന്നിട്ട് ഞാൻ അങ്ങനെ കണ്ടാൽ ഞാൻ അവിടെ വെച്ചത് പറയും. പിന്നെ അത് കേൾക്കേണ്ടി വരും. എന്നെ ഒതുക്കണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂ. പലരോടും ഞാനത് പറയലുണ്ട്, തുറന്നു പറയലുണ്ട്. എൻ്റെ ഒരു ബാധ്യത എന്നുള്ള നിലക്ക് എൻ്റെ മഹല്ലത്തിലോടും ഞാൻ പറയലുണ്ട്. എന്തെല്ലാമാണ് സഹോദരങ്ങളെ നടത്തുന്നത്. കല്യാണത്തിന്റെ അന്ന് രാത്രി പരിസരത്തുള്ള ഒരൊറ്റ വയസ്സായ ആളുകൾക്കും കുട്ടികൾക്കും ഉറങ്ങാൻ കഴിയില്ല. ആ ജാതി ശബ്ദകോശവും പൊട്ടിക്കലും. കല്യാണത്തിന്റെ സദസ്സിൽ തലേന്ന് ബുർദ ജില്ലാണെങ്കിൽ വരെ അയൽവക്കക്കാർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല. പാകത്തിലുള്ള സൗണ്ടിന് ഒരാളെയും ഇടങ്ങേറാക്കാൻ പാടില്ല, ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. നമ്മൾ നോക്ക്, ഇവിടെ ദഫ്റാത്തീബ് നടത്തുമ്പോൾ എത്ര വളരെ സിമ്പിളായ രൂപത്തിലാണ് സെറ്റിങ്സും സംവിധാനങ്ങളും ഒതുക്കിയിട്ടുള്ളത്. ഇവിടെയുള്ള ആളുകൾക്കും ഇവിടെയുള്ള വന്ന ആളുകൾക്കും കേൾക്കാൻ പാകത്തിൽ.
ആരെയും ശല്യം ചെയ്യുന്നില്ല, ബുദ്ധിമുട്ടാക്കുന്ന സ്വഭാവമില്ല. ഇത് അവിടെ കൊണ്ടുവന്നിട്ട് സുബ്ഹാനല്ലാഹ് അവിടെ വെച്ച സെറ്റിങ്സിന് കണക്കുണ്ടോ? ഒരു ചെറിയ സ്ഥലം, ആ സ്ഥലത്ത് എന്ത് സെറ്റ് എന്നതിന് പറയും, എന്ത് സൗണ്ട് എന്നാ? DJ. അതാണ് അതിൻ്റെ പേര്. എത്ര മോനെ അതിന് പേര്? ഏകദേശം ഒരു ദിവസത്തിന് ഒരു 10-25,000 വരില്ലേ? 2 ലക്ഷം 20. ശരിക്കും ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. ഒരാൾക്ക് ഇടങ്ങേറുണ്ടാക്കി പോകരുത്.